അല്ലാതെ നമ്മളെ വീറും വാശിയും ഈഗോയും അഹങ്കാരം ഒക്കെ കാണിച്ചിട്ട് അവസാന കാലത്ത് ഇറ്റിങ്ങളൊന്നും എന്നെ നോക്കുന്നില്ല എന്നുള്ള പരാതി പടച്ചോൻ പോലും സ്വീകരിക്കൂല. സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ. അത് മക്കളായാലും ശരി, മരുക്കളാണെങ്കിലും ശരി. തന്നെ രക്ഷിതാക്കളെ, നിങ്ങൾക്ക് നിങ്ങളെ മക്കളോടും ചില കടമുണ്ട്. ഒരു മക്കളോടും നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. ചെറുപ്പ കാലഘട്ടത്തിൽ തുടങ്ങും ചിലന്മാര് വേർതിരിവ് കാണിക്കാൻ. കൊടുക്കുന്ന കാര്യത്തിൽ, ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ, പലഹാരം കൊടുക്കുന്നിടത്തിൽ അല്ലേ, കല്യാണപ്പോരയിലൊക്കെ പോയി ഉമ്മാക്ക് ഒരു പുതുക്കത്തിന് പോയിട്ട് ഒരു പെട്ടി കിട്ടിക്കെങ്കിൽ ഉമ്മ കാത്തു വെക്കും. എന്തിന്? ഇളയന് കൊടുക്കാൻ. മൂത്തോൻ വന്നിന്ന് എന്താടാ കളിക്കാൻ പോകാനല്ലേ, എന്നാ പോയിക്കോ. എന്തിനാ? ഉമ്മക്ക് പെട്ടി എന്നിട്ട് മറ്റേന് കൊടുക്കണം. ചെറുപ്പ കാലഘട്ടം മുതൽക്കേ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഞാൻ പറഞ്ഞല്ലോ അധ്യാപകനാ. അപ്പൊ ചിലപ്പോൾ നമ്മളിങ്ങനെ മീറ്റിംഗ് നടത്തുമ്പം മൂത്ത് നല്ലോണം പഠിക്കും, ഇളയത് ചിലപ്പം അത്ര വിവരം ഉണ്ടാവില്ല. മൂത്തതിന് എല്ലാത്തിലും എക്സാം ഫില്ലായിരിക്കും, ഇളയതിന് അത്ര നമ്മൾ ചോദിക്കും, അല്ല രണ്ടാളും നിങ്ങളെ മക്കൾ തന്നെയല്ലേ? അല്ല, അതിൻ്റെ മൂത്ത ഇഞ്ച മാതിരി, ഇളവ് മൂപ്പര മാതിരിയാ. അങ്ങനല്ല, അങ്ങനെ പറയാ. മൂത്തതിന് ഇഞ്ച ബുദ്ധിയാ കിട്ടിയത്, ഇളയിന് മൂപ്പര ബുദ്ധിയാ കിട്ടിയത്. ഈ സാധു ഇങ്ങനെ മൂത്തേക്ക് നോക്കിക്കണത് കാണാം. ഓരോ മക്കൾക്കും പടച്ചോൻ ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. മക്കൾക്ക് ഒരിക്കലും വേർതിരിവ് കാണിക്കുന്ന രീതി അത് മക്കൾക്കിടയിലും ഉണ്ട്, മരുക്കൾക്കിടയിലും ഉണ്ട്. നാളെ ഒരു കുടുംബ പ്രശ്നം സംസാരിക്കാൻ പോയപ്പോൾ ഒരു മരോള് പറഞ്ഞ്, ഉമ്മ കാക്കൻ്റെ ഭാര്യനെയൊക്കെ മോളേന്നാ വിളിക്കുക, ഇന്ന പേരാ വിളിക്കുക. ഉണ്ട്, ചിലന്മാർക്ക് ആ സ്വഭാവം ഉണ്ട്. കാരണം മൂത്തോളെ കെട്ടിക്കൊണ്ടുവന്ന് തറവാട്ടുന്ന ഓളെ വാപ്പയമ്മ ഇടക്കിടക്ക് അയ്യപ്പൻ ചുട്ട് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് മൂത്തോളോട് മോളെ എന്നെ വിളിക്കും, ഇളയോളോ റസീന അങ്ങോട്ട്. അത് മക്കളുടെ മനസ്സിൽ വേർതിരിവ് ഉണ്ടാക്കുന്നുണ്ട്. മൂത്തോളെ വീട്ടിൽ ഉമ്മ നോമ്പ് തുറക്കാൻ പോകും. കാരണം എന്താ? ഒരു വലിയ തറവാട്ടുകാരാ. ഇളയോൻ കെട്ടിയ വീട്ടിൽ ഉമ്മ വിളിച്ചാൽ പോലും പോണില്ല. ഉമ്മ അല്ലട്ടോ, ഇനി ഉമ്മൻ തന്നെ പറഞ്ഞു വിചാരിക്കണ്ട, വാപ്പയും പോണില്ല. എന്താ? ആടെന്നും ഉണ്ടാകിയല്ലേ, ഓലെന്തോ അഷ്ടിക്ക് വകല്ലാത്ത ഏറ്റിങ്ങൾ. മക്കളുടെയിലും മരുക്കളുടെയിലും വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. കൊണ്ടടക്കുന്നിടത്ത് പോലും ഒന്നിനെ അമ്മ കൊണ്ടുപോകുന്നുള്ളൂ. കല്യാണപ്പൊരയിൽ ഇനി പോരിട്ട മോളെ, എന്താ വിള കൂട്ടിയാൽ ഓളഷ്ടല്ല. എന്നിട്ട് ആ അമ്മ അവസാന കാലത്ത് പറയാ ഓള് നോക്കണില്ല എന്ന്. നോക്കുവോ? മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്, ഒരു മക്കൾക്കിടയിൽ. കാരണം നിങ്ങൾക്ക് സംരക്ഷണ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മരുക്കളുടെയിലും മക്കളുടെയിലും വേർതിരിവ് കാണിക്കരുത്. സ്വത്ത് എഴുതി വെക്കുന്ന രംഗത്ത് പോലും മാതാപിതാക്കൾ ആ വേർതിരിവ് കാണിക്കുന്നുണ്ട്. മൂത്തോനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഇളയോനെ അല്ലെ പെൺകുട്ടിക്ക് മാത്രം എഴുതി വെക്കും, ആ മക്കൾക്ക് ഒന്നും എഴുതി വെക്കൂല. ചിലർ ആൺമക്കൾക്ക് എഴുതി വെക്കും, പെൺകുട്ടിയെ കൊടുക്കൂല. ചിലർ ഏതെങ്കിലും ഒരുത്തന് മാത്രം അത്യാവശ്യം കണ്ണായ പറമ്പ് അവൻ്റെ പേരിലേക്ക് അങ്ങ് പറഞ്ഞു വെച്ചേക്കും, ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും അനന്തര സ്വത്തിൽ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുകയും ചെയ്താൽ വഹുവ ഫിന്നാർ, ആ മാതാപിതാക്കൾ നരകത്തിലായിരിക്കും. ഓലെ എത്ര നിസ്കരിച്ചാലും നോമ്പ് പറ്റാലും. അതുകൊണ്ട് മക്കൾക്കിടയിൽ പോലും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നൊരു സ്വഹാബി പറഞ്ഞു, റസൂലേ ഞാൻ എൻ്റെ മോക്കൊരൊട്ടകത്തിനെ കൊടുത്തിട്ടോ. നബി ചോദിക്കുക, എനിക്ക് എത്ര മക്കളാ? എനിക്ക് 4 മക്കൾ. എത്ര മക്കൾക്ക് അങ്ങ് ഒട്ടകത്തിനെ കൊടുത്ത്? ഞാൻ ഒരു മോക്ക് തിരിച്ചു വാങ്ങിവാ. കൊടുത്ത ദാനം ഇസ്ലാമിൽ തിരിച്ചു വാങ്ങാൻ കൽപ്പിച്ചത് മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചപ്പോഴാണ്. അക്കീക്കറക്കുന്ന രംഗത്ത് റസൂലുള്ള പറഞ്ഞില്ലേ, ഒരു മക്കൾക്ക് അറുത്തിട്ടുണ്ടോ? എല്ലാ മക്കൾക്കും അറക്കണം. എന്നാൽ ആദ്യത്തെ മോൻ അറക്കുന്ന സമയത്ത് നിങ്ങൾ പൈസക്കാരനാ, പിന്നെ നിങ്ങൾ ദരിദ്രനായി, പൈസ ഉള്ള കാലത്ത് അറക്കണം. അത്ര വരെ ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് സംരക്ഷണം കിട്ടണേ, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. അവരൊരുപോലെ കാണണം, ഒരുപോലെ സ്നേഹിക്കണം. മരുക്കൾ ഒരുപോലെ കാണണം, ഒരുപോലെ സ്നേഹിക്കണം. അല്ലാതെ നമ്മളെ വീറും വാശിയും ഈഗോയും അഹങ്കാരം ഒക്കെ കാണിച്ചിട്ട് അവസാന കാലത്ത് ഇറ്റിങ്ങളൊന്നും എന്നെ നോക്കുന്നില്ല എന്നുള്ള പരാതി പടച്ചോൻ പോലും സ്വീകരിക്കൂല. സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ. അത് മക്കളായാലും ശരി, മരുക്കളാണെങ്കിലും ശരി. അത് കൊടുക്കുന്നിടത്ത് നാവിൻ്റെ വലിപ്പം കൊണ്ട്, ഞാൻ പറയാറുണ്ട്, കുത്തുവാക്കുകൊണ്ട് മുറിഞ്ഞ മനസ്സേ ഓരോ ഓയിൽമെന്റിനും നന്നാക്കാനാവൂല. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ രാത്രി ഭർത്താവുമായിട്ട് വർത്താനം പറഞ്ഞ് ഇച്ചിരി ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് വെപ്രാളപ്പെട്ട് സൂര്യൻ ഉദിച്ച വെപ്രാളത്തിൽ ഭർത്താവിൻ്റെ കിടക്കേന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കുത്തല്. എൻ്റെ നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ ഉച്ചക്കായിക്കില്ല എണീക്കല്, കുത്തൊന്ന്. അവിടെ തുടങ്ങുക പ്രശ്നം. പ്ലേറ്റ് എടുത്തു, കൈമന്ന് വീണുപോയി, വെപ്രാളത്തിൽ പൊട്ടി. കുത്ത് 2. ഓനൊന്നുമായി തന്നില്ലട്ടോ, ഇതൊക്കെ എൻ്റെ വിയ്യാപ്പിള വാങ്ങി വെച്ചതാ. അവിടെ തുടങ്ങും കുടുംബത്തിൻ്റെ വേറിറക്കാൻ. പിന്നെന്ത് സമാധാന കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കയറി വരുന്ന ഒരു പെൺകുട്ടി മറ്റൊരു വാപ്പാൻ്റെ മോളും എൻ്റെ മോളെപ്പോലെ വേറൊരു പ്രതീക്ഷയോടുകൂടി കുടുംബത്തിലേക്ക് കയറി വന്നോളുക എന്ന ബോധത്തോടെ അമ്മമാരും
കയറി ചെല്ലുന്ന വീട്ടിലെ ഉമ്മാനെ വരച്ച വരയിൽ നിർത്തിയാലേ എല്ലാവരും ശരിയാവുന്നു പഠിപ്പിച്ചോൻ്റെ മുഖത്ത് നോക്കി സ്നേഹം കൊണ്ട് ആ ഉമ്മാനെ കീഴ്പ്പെടുത്താൻ എനിക്കിൻ്റെ സ്നേഹം മതി എന്ന് ചിന്തിക്കുന്ന മരക്കളുണ്ടെങ്കിലേ കുടുംബം നന്നാവും. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നല്ലോണം ഖുർആൻ ക്ലാസ്സൊക്കെ ഉണ്ടാവും, രണ്ടാൾ മുഖത്തോട് മുഖം നോക്കലും ഇല്ല രൂപമായിരിക്കും. നമ്മളെ കുടുംബം ശരിയാവണേ കുറേ സ്ഥലത്ത് നമ്മൾ മിണ്ടാടക്കേണ്ടി വരും, കുറേ നമ്മൾ ക്ഷമിക്കേണ്ടി വരും. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യനോട് പറയലുണ്ട്, അതിപ്പോൾ ഞാൻ നിങ്ങളോടും പറയാം. ചിലപ്പോൾ എൻ്റെ ഉമ്മാനൊക്കെ കൊല്ലത്തിൽ മാസത്തിൽ ഒരിക്കൽ വന്നിട്ടായിരിക്കും പെങ്ങളൊന്ന് കുളിപ്പിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുക. ബാക്കി എല്ലാ ദിവസവും നോക്കുന്ന ആരാ? എൻ്റെ ഓള് തന്നെ. പക്ഷേ ഒരു ദിവസം വന്ന പെങ്ങൾ ഉമ്മ ഒരു മാസം കോപ്പി അടിച്ച് പറയും, ഓള് വന്നീനും ഞാൻ കുളിപ്പിച്ച്, ഞാൻ ഇങ്ങനെയാക്കി, ഇന്ന ഓളാ നോക്കി, ഞാൻ നല്ലോണം കുളിപ്പിച്ച് തന്ന് ഒക്കെ പറയും. അപ്പം എൻ്റെ ഭാര്യ വയ്ക്കും 29 ദിവസം നോക്കിയതാരാ? ഞാൻ തന്നെ. അന്തമ്മ പറയാത്ത ഞാൻ പറഞ്ഞത് പറയൂല, അത് ഉമ്മാരെ മനസ്സാ, അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ അർത്ഥം ഇങ്ങി ചെയ്യുന്നില്ല എന്നല്ല. കുളിപ്പിച്ചോയ പെങ്ങൾക്കും അറിയാം 29 ദിവസം ഇതിനേക്കാളും ഭംഗിയിൽ ഇങ്ങി നോക്കുന്നുണ്ട്. പക്ഷെ ഉമ്മാർക്ക് പറയാനാവുമ്പോൾ ആരേ വരൂ? ഉമ്മാൻ്റെ മോളെ വരൂ. അത് ഇങ്ങനെ സബൂറാക്ക്, എനക്കുള്ളത് പഠിച്ചോൻ തരും. എനക്കുള്ളത് പഠിച്ചോൻ തന്നാൽ പിന്നെ ഇങ്ങനെ അതിൽ ബേജാറാവണ്ട. കാരണം ദുനിയാവിൽ എനിക്കാരും തരൂല. കിട്ടാനുള്ളത് പരലോകത്താണെങ്കിൽ പിന്നെ ദുനിയാവിൽ ആൾക്കാരും വൽപ്പത്തിറങ്ങി നോക്കുകയും വേണ്ട. ആ മനസ്സ് നമുക്കുണ്ടായാൽ കുടുംബറാഹത്താ. ആ കുടുംബത്തിലൊരു സമാധാനമല്ലാതെ എന്തുണ്ടായിട്ടെന്താ? എത്ര ആളുകൾക്കാണെന്നറിയോ വലിയ പൊരള്, എത്ര ആളുകൾക്കാണെന്നറിയോ ഒരുപാട് സൗന്ദര്യമുള്ളത്. പക്ഷെ മനസ്സമാധാനം മാത്രം പലരെ ജീവിതത്തിലുണ്ടായി. ഞാൻ അവസാനിപ്പിക്കും.